പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരിക്കൽ കൂടെ ഈ നല്ലൊരു പ്ലാറ്റ്ഫോമിലൂടെ പരസ്പരം കാണുവാനും ദൈവവചനത്തെ കേൾക്കുവാനും അല്ലെങ്കിൽ അല്പനേരം വചനത്തിലൂടെ നമുക്ക് പരസ്പരം ചിന്തിക്കുവാനും ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല ഞാനും നിങ്ങളും ആയിരിക്കുന്നത്, തമ്പുരാൻ്റെ കൃപയൊന്നു മാത്രമാണ്. പല കാറ്റുകളും കോളുകളും തിരമാലകളും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴും അതിൻ്റെ അകത്തൊന്നും നമ്മൾ പട്ടുപോകാതെ വണ്ണം ദൈവം നമ്മെ പരിപാലിച്ചില്ലേ, ആ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഇതെല്ലാം വരുന്നു. മറ്റൊരാളുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എന്തുകൊണ്ട് എനിക്ക് മാത്രമെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു, ഫലമുള്ള മാവിനെ ഏറുള്ളൂ എന്ന് ഒരു പഴമൊഴി പറയുന്നത് പോലെ ഫലമുള്ള മാവിനാണ് ഏറ്. അങ്ങനെയെങ്കിൽ നമ്മൾ ചില നന്മകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചില നമ്മളെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അത് പിശാചിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നമ്മളെ പ്രയാസങ്ങളിട്ട്, കഷ്ടതകളിട്ട്, രോഗങ്ങളിട്ട്, കണ്ണുനീരിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. എന്നാൽ അതിൻ്റെ അകത്തെല്ലാം ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് ഈ അവസ്ഥയിലിരിക്കുന്ന നിങ്ങളോട് സംസാരിക്കാനുള്ളതെന്ന് അല്പനേരം തിരുവചനത്തിൽ നിന്ന് നമുക്ക് നോക്കാം. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്നു പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അതേ സംഭവം തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു. യേശു കടലിന്മേൽ വെള്ളത്തിന്മേൽ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു. അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 45 മുതൽ 52 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ 47-ാമത്തെ വാക്യം, വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനാ കരയിലും ആയിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടൽമേൽ നടന്നു അവരടുക്കൽ ചെന്നു അവരെ കടന്നു പോകുവാൻ ഭവിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവൻ നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവേൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ പിന്നെ അവരുടെ അടുക്കൽ ചെന്ന് പടലിൽ കയറി കാറ്റു അമർന്നു ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. അവർ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ശിഷ്യന്മാരും യേശുവും കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ 5000 പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് കുഞ്ഞുങ്ങളും ചേർന്ന് കർത്താവിൻ്റെ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ മർക്കോസ് സുവിശേഷം നമുക്ക് മുകളിലേക്ക് വായിച്ചു വരുമ്പം 6-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള അല്ലെങ്കിൽ അതിൽ താഴത്തേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പം കാണാൻ കഴിയുന്നത്, യേശു തിരുവചനത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരോട് പോകാൻ പറഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ, ഈ മരുഭൂമി ഞങ്ങൾ എവിടെ നിന്ന് കരുതും, അല്ലെങ്കിൽ എവിടെ നിന്ന് പോയി വാങ്ങിക്കൊള്ളും, അതുമല്ല ഇത്രയും പേർക്ക് ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങും എന്ന് ചിന്തിച്ച് നിങ്ങളുടെ കയ്യിൽ കൊടുപ്പീൻ എന്ന് പറഞ്ഞ് നമുക്കവിടെ കാണാൻ കഴിയുന്നു. യേശു അവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അതെടുത്ത് താൻ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തു, അതിനെ വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാരുടെ കരങ്ങളിൽ കൊടുത്തു. അത് കഴിച്ച് തൃപ്തരായി അവർ 12 കൊട്ട നിറച്ച് ബാലൻസുമായി അവിടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കർത്താവ് ജനം തന്നെ വിട്ടുപോയപ്പോൾ യേശു പ്രാർത്ഥിക്കാൻ മലയിലും ശിഷ്യന്മാർ തണ്ട് വലിച്ച് അല്ലെങ്കിൽ പടകിൽ കയറി അക്കരെ ദേശത്തേക്ക് യാത്ര ആരംഭിച്ചു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1, യേശു പ്രാർത്ഥിക്കാൻ പോയി. 2, ശിഷ്യന്മാർ അക്കരെ ദേശത്തേക്ക് പോകുവാനിടയായി തീർന്നു. യേശുവിനോട് കൂടെ ഇരുന്ന പ്രാർത്ഥനയുടെ അവസ്ഥ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ അക്കരയ്ക്ക് പോകുകയാണ്. യേശു പ്രാർത്ഥിക്കാനും പോയി. എന്നാൽ
വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് പറയാമായിരുന്നു, ഗുരു ഞങ്ങളും നിൻ്റെ കൂടുതൽ പ്രാർത്ഥിക്കാൻ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ശിഷ്യന്മാർ യേശുവിൻ്റെ സന്നിധി വിട്ട് പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്ത് പോകുന്ന മധ്യത്തിൽ അവരുടെ പടകിൽ മേൽ കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുവാൻ ഇടയായി തീർന്നു. കാറ്റും തിരമാലകളും ആഞ്ഞടിച്ച് അവരുടെ പടക് ഏത് നിമിഷവും തകരുന്ന അവസ്ഥയിലെത്തി. ഏത് നിമിഷവും തങ്ങളുടെ പടക് തകർന്നു പോകുമെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ, കാരണം കാറ്റ് ഏറ്റവും പ്രതികൂലമായി. പ്രതികൂലമെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അവർ വിചാരിച്ചു ഞങ്ങൾ പടകിൽ കയറി അക്കരയ്ക്കുള്ള യാത്ര ഏറ്റവും സുഖകരമായി അവിടെ ചെന്ന് ഒരുപക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരുമായി സമാധാനത്തോടെ കഴിയാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ച സാഹചര്യത്തിൽ, എന്നാലിതാ അവർ പ്രതീക്ഷകൾ മുഴുവൻ താളം മറിയുക. അവർ പ്രതീക്ഷിച്ചത് തങ്ങളുടെ ഭവനങ്ങളിൽ പോയി വിശ്രമിക്കാം എന്ന് ചിന്തിച്ച് രാത്രിയാണെങ്കിലും സാരമില്ല, ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ അടുത്തേക്ക് പോകാം എന്ന് ചിന്തിച്ച് യാത്ര ആരംഭിച്ച ശിഷ്യന്മാർക്ക് ഇപ്പോൾ അവരെ പടകിന്മേൽ കാറ്റടിച്ചിട്ട് അത് സ്തോത്രം മുങ്ങുമാറ് ആയിരിക്കുന്നൊരവസ്ഥ. അവിടെ നമ്മൾ താഴത്തേക്ക് വായിച്ചു വരുമ്പം കാണാൻ കഴിയുന്നത് അവിടെ തണ്ടു വലിച്ച് വലഞ്ഞപ്പോൾ, അത് ലൂക്കോസ് സുവിശേഷം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ തണ്ടു വലിഞ്ഞു. അല്ലെങ്കിൽ ഈ കപ്പലുകളെ നേരെ നിർത്തുവാൻ അല്ലെങ്കിൽ മുങ്ങിപ്പോകാതിരിക്കുവാൻ അവർ ആവോളം കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, യേശു മലയിലിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, അതാ നിൻ്റെ കൂടെ ഞങ്ങൾ ഇന്നലെ വരെ അല്ലെങ്കിൽ അല്പം മുമ്പ് വരെ ഞങ്ങളുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ താൽക്കാലികമായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്ന് വിശ്രമിക്കാൻ പോയപ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ പടകിൻ്റെ അകത്ത് കാറ്റുകളടിക്കുന്നു? അവർ ദൈവത്തെ വിളിച്ച്, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്നതിനേക്കാൾ ഉപരി നമുക്കവിടെ കാണാൻ അവർ ആ സാഹചര്യത്തെ അവരുടെ കഴിവുകൾ കൊണ്ട് തരണം ചെയ്യുവാൻ ഇഷ്ടപ്പെടുകയാണ്. അവിടെ നമുക്ക് ലൂക്കോസ് സുവിശേഷം നമുക്ക് 52 വ്യക്തമായി പറയുന്നുണ്ട്, അവരുടെ ഹൃദയം കടുത്തിരിക്കുന്നത് കൊണ്ട് അപ്പത്തന സംഗതി അവർ ഗ്രഹിച്ചില്ല. തങ്ങളുടെ കൈകൾ കൊണ്ട് 5 അപ്പത്തെയും 2 മീനെയും എടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ അവരുടെ കരത്തിൽ കൊടുത്തിട്ട് പറഞ്ഞ് വിളമ്പുവീൻ. എത്ര? 5000 പുരുഷന്മാർക്കും അതുപോലെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വിളമ്പി 12 കൊട്ട നിറച്ചെടുത്തിട്ടും അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം, ഉറപ്പ് അവരിൽ കാണുവാൻ കഴിയുന്നില്ല. അത്ഭുതങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പലപ്പോഴും ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചു, ദൈവിക വിടുതലുകൾ കണ്ടു, പക്ഷെ വലിയൊരു പ്രതികൂലം വരുമ്പോൾ ഇന്നലകളെ ദൈവം നിനക്ക് ചെയ്ത മഹത്വത്തെ പലപ്പോഴും മറന്നു പോകുകയാണ്. ഇന്ന് ആരെങ്കിലും, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ദൈവിക നന്മകളെ മറന്ന് ജീവിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇറങ്ങി വരുവാൻ ശക്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ മറക്കുന്നവരല്ല, വിശ്വസ്തരായിട്ടിരിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. അവിടെ മർക്കോസ് സുവിശേഷം എങ്ങനെ കാണുന്നു? കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ചു വലയുന്നത് അവർ കണ്ടു. ഏകദേശം രാത്രി 4 യാമത്തിൽ കടൽമേൽ നടന്നു അവരടുക്കൽ വന്നു അവരെ കടന്നു പോകുവാൻ ഭവിച്ചു. സ്തോത്രം. തണ്ടു വലിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ പടകിലേക്ക് യേശുവിന് വേണമെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അറിയാം എങ്കിൽ ആ പ്രാർത്ഥന മുറിയിൽ, പ്രാർത്ഥന സ്ഥലത്ത് നിന്ന് കർത്താവ് വെള്ളത്തിന്മേൽ നടന്നു വരുമ്പോൾ വേണമെങ്കിൽ യേശുവിനറിയാം ആ സാഹചര്യത്തെ ദൈവത്തിന് മാറ്റിക്കൊടുക്കാം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ചോദിക്കുന്നത്, നിൻ്റെ പടകിൻ്റെ അകത്ത് പ്രവേശിക്കുവാൻ എനിക്ക് സാവകാശമുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത്, മറ്റ് പല മേഖലകളിലും ദൈവത്തിന് പ്രാധാന്യത നമ്മൾ കൊടുക്കുന്നില്ല. ദൈവമുണ്ട് എന്നറിയാം, ദൈവമാണെന്നറിയാം, പക്ഷേ ദൈവം
നീ വിളിക്കാതെ നിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് പ്രവേശിക്കത്തില്ല. അതാ പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവം ചോദിക്കുന്നത്, ഞാൻ മുട്ടുന്നുണ്ട്, ഞാൻ നിൽപ്പുണ്ട്, നീ എൻ്റെ ശബ്ദം കേട്ടിട്ട് നീ വിളിച്ചാൽ അല്ലെങ്കിൽ വാതിൽ തുറന്നാൽ ഞാൻ വരാം, അല്ലെങ്കിൽ നിൻ്റെ പടകിൻ്റെ അകത്ത് ഞാൻ കയറാം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, ദൈവമേ നീ അനുഗ്രഹിച്ചോ ഞങ്ങളെ, ദൈവമേ നീ എനിക്ക് നന്മ തരണം, ഉയർച്ച തരണം, ബിസിനസ് ശരിയാകണം, മറ്റു പലതും എനിക്ക് നന്മയായി തീരണം, പക്ഷെ ഞാനിവിടെ നിൽക്കത്തുള്ളൂ. അല്ല, ദൈവം പറയുന്നു, നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തെ വിളിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവേശിക്കത്തുള്ളൂ. എത്ര പ്രതികൂലമാണെങ്കിലും പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ പ്രതികൂലങ്ങളെ കാണുമ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കാത്തത്? ദൈവം പറയുന്നത്, നീ എന്നെ വിളിക്കുന്നെങ്കിൽ മാത്രമേ. അവരോട് പറയാനുള്ളത് ഒറ്റ പദമേ എനിക്ക് പറയാനുള്ളൂ, അവർ ദൈവത്തെ വിളിക്കുന്നെങ്കിൽ, അവരുടെ ഭവനത്തിനകത്ത് ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ, നാഥ എൻ്റെ ഭവനത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ അകത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം, നാഥ നീ വരണമെന്ന് പറയുന്നെങ്കിൽ മാത്രമേ എൻ്റെ കർത്താവ് വരത്തുള്ളൂ. നിൻ്റെ ക്ഷണമില്ലാതെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു ക്ഷണക്കത്ത് നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ ആരെങ്കിലും കല്യാണത്തിന് പോകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ അനേക കല്യാണങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കല്യാണത്തിന് പോകുമോ? അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകുമോ? ഒരിക്കലുമില്ല. അല്ലെങ്കിൽ പോയാൽ നിങ്ങൾ പറയും, അവർ ചോദിക്കും, ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആരും പോകത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കർത്താവ് പറയുന്നു, കുഞ്ഞെ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ മുട്ടുന്നു, നീ തുറക്കുവാൻ തയ്യാറാണോ? നീ തുറന്നാൽ ഞാൻ വരാൻ തയ്യാറാണ്. ഇന്ന് പകല് ദൈവത്തിൻ്റെ വചനം അതാ നമ്മോട് സംസാരിക്കും. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടില്ലെന്നല്ല. ഇന്ന് പ്രതികൂലങ്ങൾ നടക്കുന്നത് മുഴുവൻ കാണുന്നുണ്ട് എൻ്റെ ദൈവം അറിയാതെ ഈ ഭൂമിയുടെ വരപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത വാക്യങ്ങൾ പറയുന്നത്, ഏകദേശം രാത്രി 4 കടലിന്മേൽ നടന്നു അവരടുക്കൽ ചെന്നു അവരെ അടുക്കൽ ചെന്ന് കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ അടുത്ത് പറയുന്നത്, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവേൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവരോട് പറയുക, ധൈര്യപ്പെടുവേൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, വലിയ പ്രതികൂലങ്ങളുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ കാണുന്നില്ല? പലരും ചോദിച്ചു, ദൈവം ഉണ്ടെങ്കിൽ എന്താണ് പല കൺട്രികളിലും ദാരിദ്ര്യങ്ങൾ കൊണ്ട് ജനം മരിക്കുന്നത്? ദൈവം പറയുന്നു, ഞാൻ കുഞ്ഞെ എല്ലാ സാഹചര്യം കാണുന്നുണ്ട്. ഈ ലോകത്തിൽ ഏത് വ്യക്തിയും ഞാൻ കാണുന്നുണ്ട്, എൻ്റെ കണ്ണ് കാണുന്നുണ്ട്. ഞാൻ അറിയാതെ ഒന്നും ഈ ഭൂമിയുടെ വരപ്പിൽ നടക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകം എൻ്റെ കൺമുമ്പിൽ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, എൻ്റെ കണ്ണിന് നഗ്നവും സകലതും നഗ്നവും മലർന്നുവുമായി ഇരിക്കുന്നു. ദൈവത്തിൻ്റെ കൺമുമ്പിൽ സകലതും നഗ്നവും മലർന്നും എല്ലാം ഓപ്പൺ, എവറിത്തിങ് ഈസ് ഓപ്പൺ. നിങ്ങൾ അറമേൽ പറയുന്നത് പുറമേൽ ഘോഷിക്കും എന്ന് മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്നെങ്കിൽ, ഈ ഭൂമിയിലെ സകലതും എൻ്റെ ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് പ്രയോറിറ്റി ഞാനും നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ, നിൻ്റെ ഒരു പ്രാർത്ഥന മതി, നാഥാ എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, എന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ആരുമാകട്ടെ, ഒരുപക്ഷെ യേശുവിനെ അറിയാത്തൊരു വ്യക്തിത്വമായിരിക്കാം, ഇന്ന് ആ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണ്. നാഥാ നീ ദൈവമാണെന്ന് ഞാൻ അറിയുന്നു, എൻ്റെ അവസ്ഥയ്ക്കൊന്ന് മാറ്റം വരുത്തണമേ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചവരാണ്, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നവരാണ്, നിലകൊണ്ടവരാണ്. പക്ഷേ നാഥാ, എവിടേക്കാണ് എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ച് അതിനെയൊന്ന് മാറ്റി എന്നെ ഒന്ന് ക്രമീകരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ആ വിഷയത്തിന് മേൽ ഇന്ന വിഷയത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയുടെ അനുഭവത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ കർത്താവ് നിൻ്റെ ചാരത്തുണ്ട്. അവിടെ അവരെ അരികിൽ നിന്നും വാങ്ങിപ്പോകുവാൻ, കാരണം അവർ ഭയപ്പെട്ട്, ഭൂതമെന്ന് ഭയപ്പെട്ട്
അവർ നിൽക്കുക. പലപ്പോഴും നമ്മൾ പലതിനും കണ്ട് ഭൂതമെന്ന് ഭയപ്പെട്ടിരിക്കുക. പക്ഷെ നിന്റെ ചാരത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ, ചാരത്ത് നിൽക്കുന്ന ഉടയവനെ, ചാരത്ത് നിൽക്കുന്ന യേശുവിനെ കാണാൻ കഴിയുന്നില്ല. കർത്താവ് പറയുന്നു, ചാരത്ത് നിൽക്കുന്ന യേശുവിനെ കാണ്. നിൻ്റെ കണ്ണൊന്ന് തുറക്ക്. കണ്ണ് തുറന്നാൽ, യേശുവിനെ കണ്ടാൽ, യേശുവിനെ ഒന്ന് വിളിച്ചാൽ, ഇന്ന് പകൽ അവൻ ദൈവം നിൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. നിൻ്റെ വിഷയത്തിന് മേൽ പ്രവർത്തിക്കാൻ ശക്തനായ കർത്താവാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനെന്നോടും കൂടെ അത്താഴം കഴിക്കും. അതാണ് യായിറോസ് പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനല്ലെന്ന് ഞാൻ അറിയുന്നു. നമുക്കൊന്ന് പറയാൻ കഴിയുമോ, ഞാൻ യോഗ്യനല്ല, കർത്താവേ എൻ്റെ ഭവനത്തിനകത്തൊന്ന് വരാമോ, എൻ്റെ വിഷയത്തിന്മേലൊന്ന് വരാമോ, എനിക്കൊരു വിടുതൽ തരാൻ കഴിയുമോ, എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ കഴിയുമോ? എൻ്റെ കണ്ണുനീര് എൻ്റെ തലയ്ക്കുമേതെ നിൽക്കുന്നു, പ്രശ്നങ്ങൾ എൻ്റെ തലയ്ക്കുമേതെ നിൽക്കുന്നു. എനി ടൈം എൻ്റെ പടക്, ജീവിതമാകുന്ന പടക്, മറ്റു ആമസ്വത്രം ബിസിനസ്സാകുന്ന പടക്, മറ്റു പലതുമാകുന്ന പടക്, എൻ്റെ തലമുറയാകുന്ന പടക് ഏതു നിമിഷം മുങ്ങിപ്പോകുന്ന അവസരത്തിൽ നിൽക്കുന്നെങ്കിൽ ഇന്ന് അതിനെ നേരെ നിർത്തി നിൻ്റെ പടകിനകത്ത് എൻ്റെ അരുമനാഥൻ കയറി മറുകരയെത്തിക്കുവോളം അവൻ വിശ്വസ്തനായി നിൻ്റെ കൂടെ നിൽക്കുവാൻ ഇടയായിത്തീരും. ഇത്രയധികം സ്നേഹിക്കുന്നൊരു ദൈവം വേറെ ഏതാ ഉള്ളത്? നമ്മളെപ്പോലെ അറിയുന്ന, അപ്പ എന്ന് വിളിക്കുമ്പോൾ മകനെ എന്ന് പറഞ്ഞ് ചാരത്തണയ്ക്കുന്ന സ്നേഹനിധിയാകുന്നൊരു ദൈവം. നിന്നെ ഇന്നലകളെ നോക്കിയിട്ട് വിലയിട്ടിട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമല്ല. ഇന്ന് എന്താണെന്ന്, ഞാൻ പാവിയാണെന്നല്ല, ഞാൻ കഴിവില്ലാത്തവൻ, ഞാൻ യോഗ്യതയില്ലാത്തവനാ, തകർന്ന വ്യക്തിത്വമാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധി കണ്ണുനീരൊഴിക്കുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ, ഇന്ന് യേശു പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ നിന്നെ മാറോടണച്ച് നിൻ്റെ വിഷയത്തിനുമേൽ എൻ്റെ കരം നിനക്ക് വേണ്ടി ഉയർത്തി ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. അതാണ് നമ്മുടെ യേശു കർത്താവ്. ആ യേശുവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, അവൻ തനിച്ച് ആകാശത്ത് വിരിക്കുന്നു, സമുദ്രത്തെ തിരമാലകളുമേൽ അവൻ നടക്കുന്നു. സമുദ്രത്തിൻ്റെ തിരമാലകളുമേൽ നടക്കുന്നൊരു ദൈവം. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും പറയാൻ നടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിനെ സംഭവിക്കുന്ന മുമ്പ്, ഇയ്യോബ് വർഷങ്ങൾക്ക് മുമ്പ് അവൻ എഴുതി വച്ചിരിക്കുന്നു, തിരമാലകളുമേൽ അവൻ നടക്കുന്നു എന്ന്. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുകയാണ്. അങ്ങനെയെങ്കിൽ അവൻ തിരമേൽ നടക്കുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, അത് പ്രതികൂലത്ത് ഏതാണോ, തിരമാലയാണോ നിൻ്റെ പടകിനെ മുക്കുന്ന, അതിൻ്റെ മേൽ നടക്കുന്നൊരു കർത്താവ്, ഏതാണോ നിന്നെ മുക്കിക്കളയുന്നത് അതിൻ്റെ മേൽ നടക്കുന്ന കർത്താവ്, അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നൊരു കർത്താവ് ഇന്ന് നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയത വെറുതെ അല്ലേ? കുഞ്ഞെ, ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ യേശു കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. നിരാശപ്പെട്ടു പോകത്തില്ല, നീ പട്ടുപോകത്തില്ല, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഈ തിരുവചനത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളുടെ പടക് മുങ്ങുവാൻ എൻ്റെ അരുമനാഥൻ ഒരു നാളും അനുവദിക്കത്തില്ല. ആ യേശുവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കുക. ആ പടകിൻ്റെ നാഥ, എൻ്റെ പടകിൻ്റെ അകത്തൊന്ന് വരാൻ പറഞ്ഞാൽ വരുന്നൊരു കർത്താവുണ്ട്. സ്തോത്രം. ആ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടെ നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ, അവസരം കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഇന്നില്ല. ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നത് ആണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. നിങ്ങളുടെ പ്രതികൂലത്തെക്കാൾ എത്രയോ ഉന്നതമാകുന്ന പ്രതികൂലങ്ങളുള്ള കുടുംബങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളുണ്ട്. ആ രോഗമെന്തേ, അല്ലെങ്കിൽ ആ പ്രശ്നമെന്തേ നിൻ്റെ കുടുംബത്തിനകത്ത് വന്നില്ല? നമ്മൾ ചിലപ്പോൾ തലവേദനയോർത്ത് ഭാരപ്പെടും, ദൈവത്തോട് പിറുപിറുക്കും. എന്നാൽ ക്യാൻസർ വന്നവരെ അവിടെ ഇല്ലേ? 1000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾക്ക് വരുന്ന രോഗമായിട്ട്
ഇരിക്കുന്നവരില്ലേ? എന്നാൽ ഏതവസ്ഥയിലിരിക്കുന്നവരാണെങ്കിലും ഇത് വരുന്ന ദൈവത്തിനറിയാം, നിനക്ക് അതിനെ താങ്ങുവാൻ ഉള്ള കഴിവ് ഞാൻ നിനക്ക് ഈ ഭൂമിയുടെ വരപ്പിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ആമസ്തോത്രം. പക്ഷേ അതിൻ്റെ അകത്ത് വിശ്വസ്തയോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയും, അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, അതിൻ്റെ അകത്ത് ദൈവത്തെ ഒന്ന് വിളിക്കുവാൻ കഴിയുന്നത്, ആ വിഷയത്തിന് ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ദൈവത്തിന് ഉള്ള ഒരു കാര്യം, ക്വാളിറ്റി എന്ന് ദൈവം പറയുന്നത്, ഞാൻ വിളിക്കാത്തവനായി വരത്തില്ല. എന്നാൽ വിളിക്കാത്തവനായി വരുന്ന ഈ ഭൂമിയുടെ വരെ ഒരേ ഒരു കാര്യമുള്ളൂ, മരണമെന്നത്. എന്നാൽ മരണത്തെയും മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. മരണത്തിനപ്പുറത്തും നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഈ ലോകത്തിലെ ബന്ധങ്ങൾ മുഴുവൻ മരണം വരെയുള്ളൂ. പക്ഷേ അതിൻ്റെ അപ്പുറത്തു നിന്നെ സ്നേഹിക്കുന്ന, അതിനപ്പുറത്തു നിന്നെ കരുതുന്ന, നിനക്ക് വേണ്ടി ആ ഉന്നതമാകുന്ന നന്മകളെ വെച്ച ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവം പറയുന്നു, നീ മരിക്കത്തില്ല, ദൈവത്തിൻ്റെ നന്മ കാണുവാൻ ഇടയായിത്തീരും. ആമേൻ. എൻ്റെ കൊരിന്ത്യർ ലേഖനം 10:13 പറയും, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയോട് കൂടെ ഒരു പോക്കുവഴിയും, അതോടുകൂടെ ഒരു വഴിയും കൂടെ ഒരുക്കിയിട്ട് പൗലോസ് പറയുന്നത്, എനിക്ക് വലുതും സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. പക്ഷെ പ്രതികൂലം അനവധിയുണ്ട്. വാതിൽ തുറന്ന് ദൈവം വെച്ചിട്ടാണ് പ്രതികൂലമുണ്ടെന്ന് പറയുന്നത്. നിൻ്റെ മുമ്പിൽ ദൈവമക്കൾ, നിങ്ങളുടെ മുമ്പിലൊരു വാതിൽ എൻ്റെ ദൈവം തമ്പുരാൻ തുറന്നതാണ്. പത്മോസിൽ യോഹന്നാൻ്റെ മുമ്പിൽ ഈ ലോകത്തിലെ വാതിലുകൾ മുഴുവൻ അടഞ്ഞപ്പോൾ ഉടയ തമ്പുരാൻ വാതിലുകളെ തുറക്കുവാനിടയായി തീർന്നു. ഈ ലോകത്തിലെ വാതിലുകളെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. എൻ്റെ യേശു പറയുന്നു, പോക്കുവഴിയും കൂടി ഞാൻ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വലുതും സഫലമായ വാതിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, ദുഃഖങ്ങൾ വരട്ടെ, കണ്ണുനീരുകൾ വരട്ടെ, പക്ഷേ അതിൻ്റെ അകത്ത് ദൈവത്തിന് വചനം പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, അതിലൊരു പോക്കുവഴിയുമുണ്ട്, അല്ലെങ്കിൽ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ആ തുറന്നു വെച്ച വാതിലുകളെ കാണാനുള്ള കഴിവ്, അതിനെ ദർശിക്കുവാൻ, അതിനെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പുകൾ വെക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത്. പലപ്പോഴും നമുക്കിത് കാണാൻ കഴിയാതെ വണ്ണം നമ്മൾ കയ്യും കാലും നീന്തലറിയത്തില്ലാതെ ആരെങ്കിലും ഒരാൾ ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ് കിടന്ന് കയ്യും കാലും അടിക്കുന്നത് പോലെ കയ്യും കാലും ഇട്ട് മടിക്കുക പ്രശ്നം വരുമ്പോൾ. പക്ഷെ നിനക്ക് വന്നത് താങ്ങാൻ കഴിയുന്ന എൻ്റെ ദൈവം തന്നത്. താങ്ങാൻ കഴിയത്തില്ലാത്തതിന് ദൈവം തരത്തില്ലായിരുന്നു. അതാണ് ദൈവവചനം പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 10:13 വാക്യം വരുന്ന, പരീക്ഷയോട് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പോൾ പോക്കുവഴി ഉണ്ടാക്കിയിട്ട് ദൈവം നിനക്ക് വേണ്ടിയിട്ട് പ്രശ്നമുണ്ടാക്കത്തില്ല. പ്രശ്നമല്ല, ഫസ്റ്റ് നിനക്കുണ്ടാകുന്നത് വഴിയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടാകുന്നത് ഒരു സൊല്യൂഷനാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഒരു വഴി അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ആ വാതിലുകളെ അതിനെ ഒന്ന് കാണുവാൻ, ദർശിക്കുവാൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിക്കണം. ആ കണ്ണ് പ്രകാശിച്ചെങ്കിലേ ഈ വാതിലെ കാണാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് കാണാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവ പൈതലേ, തണ്ടു വലിച്ച അവസ്ഥയാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു, ഇല്ല, നിൻ്റെ പടകിൽ യേശു കയറുവാൻ ഇടയാകും. യേശു കയറിയാൽ തിരമാലകൾ എത്ര വലുതാണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും അതിനെ ശാന്തമാക്കി നിൻ്റെ പടകിനെ ശാശ്വതമായി നടത്തുവാൻ ശക്തനായൊരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഇന്ന് ഈ പല പ്ലാറ്റ്ഫോമിലൂടെ ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു. തിരമാലകളെ അടക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രതികൂലമാകട്ടെ, പ്രതിസന്ധികളെ, കഷ്ടതയാകട്ടെ, രോഗമാകട്ടെ, കണ്ണുനീരാകട്ടെ, അതിനെ മാറ്റുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനായി കുഞ്ഞ് നിൻ്റെ കൂടെ ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഇറങ്ങി നിൻ്റെ ചാരത്ത് നിൽപ്പുണ്ട്. ഇന്ന് വിളിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, ഇഫ് യു ആർ റെഡി ടു കാൾ ഹിം, ഈസ് റെഡി ടു കം ഇൻ യുവർ ഹോം, ഇൻ യുവർ ലൈഫ്.
ഇൻ യുവർ സിറ്റുവേഷൻസ്. എല്ലാത്തിലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ചില വിഷയങ്ങൾ നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കാം. നീ തണ്ടുവലിച്ച് നിൻ്റെ കഴിവുകൾ കൊണ്ട് തണ്ടുവലിച്ച് തളർന്നിരിക്കുന്നത് അവസ്ഥയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക്, യേശുവിൻ്റെ കരത്തിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. യേശുവിൻ്റെ കരത്തിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. യേശുവിൻ്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കുക. നിൻ്റെ പടക് ശാന്തതയോടെ മറുകരയിലെത്തി തുറമുഖം എത്തുവോളം വരെ നിന്നെ ശാന്തതയോടെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. നിൻ്റെ വിഷയത്തെ പൂർത്തീകരിച്ച് എത്തുവോളം വരെ പൂർത്തീകരിക്കുവോളം വരെ നിന്നെ മറുകരയിൽ എത്തിക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ആ ദൈവത്തിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനിടയായിട്ട് നിങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിങ്ങളൊന്ന് ദൈവത്തിന് തന്നെ വിശ്വസിക്കാൻ തയ്യാറാണോ? യേശുവിനെ ഇന്ന് ഭവനത്തിനകത്ത് വിളിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? യേശു പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിധിയുള്ള ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, തണ്ട് വലിച്ചു വലഞ്ഞ് കഷ്ടതയിലിരിക്കുന്ന തൻ്റെ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അവസ്ഥകൾ ഏതുമാകട്ടപ്പ, അകടത്തൊരു വലിയൊരു വിടുതൽ ദൈവം കൊടുക്കണമേ. അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യണമേ. ദൈവത്തിൻ്റെ മഹത്വം അവരെ വെളിപ്പെടുത്തണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പലതും കർത്താവ് പ്രയാസങ്ങളും പ്രതികൂലവും തലയ്ക്കുമേതെ തിരമാലകൾ കണക്കെ ഉയർന്നു പൊങ്ങുമ്പോൾ ഞങ്ങൾ നസറായ യേശുവിനോട് കർത്താവെ അടിയൻ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വിടുതൽ അയക്കണമേ. ചില തിരമാലകളെ ശാന്തതയാക്കണമേ. ചില പ്രതികൂലങ്ങൾ, ചില രോഗങ്ങളെ, ചില കഷ്ടതകളെ, സാമ്പത്തിക കർത്താവ് ഞെരുക്കങ്ങളെ, ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാത്തിനെയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രോഗത്തിന് എൻ്റെ ദൈവം പൂർണ്ണ സൗഖ്യം ദൈവം കൊടുക്കണമേ, വിടുതൽ ദൈവം കൊടുക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമെന്നടി ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ റൈനാവും കർത്താവെ അവരെ കരത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശ്വസ്തയോടെ എൻ്റെ ഭവനത്തിനകത്ത് ഇന്ന് വന്ന് ദൈവം നിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പറയുന്ന കർത്താവ് ജനത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വിടുതൽ ആ കുടുംബങ്ങൾക്കകത്ത്, വ്യക്തി ജീവിതങ്ങൾക്കകത്ത്, അവർ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം. സകലവും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന അതാ, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങൾ മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഞങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇവരെന്ന് വിടുതൽ അയച്ചത് കൃപയ്ക്കായി സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. രോഗക്കിടക്കയിൽ നിന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. സകലമാനും മഹത്വം അംഗീകരിപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസം നമ്മൾ കാണുകയും ദൈവം നമ്മളെല്ലാവരെയും അവിടെ ഇവിടങ്ങളായി ചിലകനം ഭദ്രമായി മറക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗാഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.